പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടെ ടി വീണയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ളത് സാമ്പത്തിക തട്ടിപ്പ് ആരോപണം എന്നതാണ്. അവർ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ആണ്, പ്രതിപക്ഷ നേതാവിന്റെ മകൾ ആണ്. രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തട്ടിപ്പ് കേസുകൾ വന്നാൽ അതിൽ രാഷ്ട്രീയമായ സംരക്ഷണം ഒരുക്കേണ്ട എന്ത് ഉത്തരവാദിത്തമാണ് ആ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ളത് എന്ന വലിയ ചോദ്യം കൂടി ഇവിടെ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ടി വീണയുടെ വസതി, ഓഫീസ്, മറ്റനുബന്ധ സ്ഥാപനങ്ങൾ, ടി വീണയ്ക്ക് ബന്ധമുള്ള ഇടങ്ങൾ, അവിടങ്ങളിൽ ആണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയത്. ആ പരിശോധന നടത്തുമ്പോൾ ഇപ്പോൾ വീണ താമസിക്കുന്നത് പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വസതിയിലാണ്. സ്വാഭാവികമായും വീണയുടെ വസതി എന്ന നിലയിൽ അവിടെ റെയ്ഡ് ചെയ്യുമ്പോൾ പ്രതിപക്ഷ നേതാവിനടക്കം മണിക്കൂറുകളോളം പുറത്തിറങ്ങാൻ സാധിക്കാതെ വരുന്നു. അവിടെയായിരുന്നു CPIM വലിയ പ്രതിഷേധം ഉയർത്തിയത്. ഇത് രാഷ്ട്രീയമായ പകപോക്കൽ ആണ് എന്ന വിവാദവും കൂടി ഉയർത്തിക്കൊണ്ടുവന്നത് എന്നതാണ് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്. പക്ഷേ ഇത് പുതുമയുള്ള ഒന്നല്ല. ഇതിനു മുമ്പ് രാഷ്ട്രീയ നേതാക്കൾക്ക് അടക്കം EDയുടെ അന്വേഷണം, കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായിട്ടുണ്ട്, വിളിച്ചു വരുത്തിയിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നതാണ്. നേരത്തെ കേരളത്തിൽ തന്നെ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു വിവാദമുണ്ടാകുന്നു. കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തുന്നു. ആ ഘട്ടത്തിൽ ഇതേ പിണറായി വിജയൻ തന്നെ അന്ന് നൽകിയ മറുപടി അത് ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ആദ്യം നമുക്ക് ആ മറുപടി എന്തായിരുന്നു എന്ന് കേൾക്കാം. ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണം, അത് സംബന്ധിച്ചുള്ള അന്വേഷണം, ആ അന്വേഷണം നടത്തുന്ന ഏജൻസിയുടെ കയ്യിലുള്ള വിവരങ്ങൾ എന്താണ് എന്നറിയാതെ അങ്ങനെയൊരു കമൻറ്റിലേക്ക് പോകാൻ കഴിയില്ല. അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPIM തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് നിലപാടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ ഗവൺമെൻറ് ഈ നിലപാടാണുള്ളത്. അതായത് ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണത്തിൻ്റെ ഭാഗമായുള്ള അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ നിജസ്ഥിതി എന്താണെന്നറിയാതെ അതിനെക്കുറിച്ച് ഒരു മുൻകൂറായി ഒരു പ്രവചനം നടത്താൻ കഴിയില്ല. യെസ്, ഇതാണ്. അതായത് ഒരു വ്യക്തിക്ക് നേരെ ഉയർന്നു വരുന്ന ആരോപണം, ആ ആരോപണത്തിൽ പാർട്ടിയോ അല്ലെങ്കിൽ സർക്കാരിന് മുൻകൂറായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കില്ല എന്നാണ്. പക്ഷേ ഇവിടെ ഇതാ ടി വീണ എന്നതും ഒരു വ്യക്തി തന്നെയാണ്. അവർക്ക് രാഷ്ട്രീയമായി ഉന്നതമായ ബന്ധങ്ങൾ ഉണ്ടാകാം, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ആയിരിക്കാം. പക്ഷേ ഒരു അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു വ്യക്തി, ആ വ്യക്തിയുടെ സ്ഥാപനം എന്നതാണ് പ്രധാനം. എന്നാൽ ഇന്നലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് എങ്ങനെയാണ്, അതുകൂടി പരിശോധിക്കാം. പാർട്ടി ശത്രുക്കൾ കുത്തിവലിക്കാനൊരുങ്ങിയ എല്ലാ ഘട്ടത്തിലും ലഭ്യമായിട്ടുള്ളത്, ആ പിന്തുണക്ക് ഒരു കുറവും ഒരു ചാഞ്ചല്യവും ഇല്ല എന്നതാണ് ഇന്ന് സഖാക്കൾ വീണ്ടും വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ഏതിനെയും നമുക്ക് നേരിടാൻ ഇതാണ് നമ്മുടെ കരുത്ത്. ഒന്നിച്ച് നമുക്കിറങ്ങാം എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ പിന്നീട് പറയുന്നതായിരിക്കും നന്നാവുക. യെസ്, നോക്കൂ, അതായത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി ആ വാഹനം പുറത്തേക്ക് പോകുമ്പോൾ ആ വാഹനത്തിന് നേരെ അക്രമം നടത്തുന്നു. അതിനുശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, അതും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നു ഇതാണ് കരുത്ത്, ഇങ്ങനെയാണ് നേരിടേണ്ടത് എന്നത്. ഏത് കേസിനെയാണ് ഇവർ ഇത്തരത്തിൽ ന്യായീകരിക്കാൻ തയ്യാറെടുക്കുന്നത്? എന്ത് തെളിവുകൾ അല്ലെങ്കിൽ എന്ത് ബോധ്യമാണ് ഈ വിഷയത്തിൽ CPIMനുള്ളത്? എത്രത്തോളം വലിയ ഗൗരവമായ കേസാണിത്? നമ്മൾ അതാണ് ഇനി വിശദമായി പരിശോധിക്കുന്നത്. എവിടെ നിന്നാണ് ഈ കേസുകൾ ആരംഭിക്കുന്നത്? ഇതൊരു രാഷ്ട്രീയ പകപോക്കൽ ആണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ തുടക്കത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമില്ല എന്നത് തന്നെയാണ് വളരെ കൃത്യമായി പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. അതായത് നമ്മുടെ ആദായ നികുതി വകുപ്പ് നിലവിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ എന്ന കമ്പനിയിൽ നിന്ന് ചില പരിശോധനകൾ നടത്തുന്നു. അതായത് CMRL എന്ന ശശിധരൻ കർത്ത എന്ന വിവാദ വ്യവസായിയുടെ CMRL നിന്ന് ചില പരിശോധനകൾ നടത്തുമ്പോൾ ആ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയ ചില വിവരങ്ങൾ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ടി വീണയിലേക്ക്, വീണയുടെ എക്സാലോജിക്കിലേക്ക് ഈ അന്വേഷണം എത്തുന്നത്. അതിനപ്പുറത്ത് ഈ കേസിന്റെ തുടക്കത്തിൽ ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയവും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എന്തായിരുന്നു ഈ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് കണ്ടെത്തിയത്? അതായത് ഈ വിവാദ കമ്പനിയായ CMRL ഏതാണ്ട് 180 കോടി രൂപയോളം
ആദായ നികുതി വകുപ്പിനെ വെട്ടിക്കുന്ന നടപടികൾ നടത്തി. അതായത് ഒരു കമ്പനിയുടെ ചെലവുകളിൽ വലിയ വർധനവുണ്ടായതായി കണക്കുകൾ പെരുപ്പിച്ച് കാണിച്ച്, കമ്പനിയുടെ ലാഭം കുറച്ച് കാണിച്ച് ആദായ നികുതി വകുപ്പിനിൽ നിന്ന് ഏതാണ്ട് 180 കോടിയോളം വരുന്ന ഒരു തട്ടിപ്പിന് CMRL നേതൃത്വം നടത്തി. ആ തട്ടിപ്പിന് വേണ്ടി പല ചെറുകിട കമ്പനികളെ, പേപ്പർ കമ്പനികളെ, വ്യക്തികളെ, സ്ഥാപനങ്ങളെയൊക്കെ CMRL ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തൽ. ഈ ആദായ നികുതി വകുപ്പിന്റെ കണ്ടെത്തലിനെ തുടർന്നുണ്ടായ തർക്ക പരിഹാര ബോർഡ്, ആ ബോർഡ് നടത്തിയ പരിശോധനകളിൽ ആണ് നിരവധി ആളുകൾ, വ്യക്തികൾ, സ്ഥാപനങ്ങൾ ഇതിന്റെ ഭാഗമായി എന്ന് കണ്ടെത്തിയത്. അവിടെയാണ് മുൻ മുഖ്യമന്ത്രി ടി വീണയുടെ സ്ഥാപനവും പങ്കാളിയായത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇവിടെ ഇതാ ഈ എക്സാലോജിക് എന്ന കമ്പനി, എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ് പിണറായി വിജയന്റെ മകൾ ടി വീണയുടെ ഉടമസ്ഥതയിൽ ഉള്ള കമ്പനി. അതായത് CMRLുമായി നിരവധി കമ്പനികൾ ധാരണയിലെത്തുകയും തട്ടിപ്പ് നടത്തുകയും ചെയ്തപ്പോൾ അതിൽ ഒരു കമ്പനി എന്നത് ടി വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയാണ്. ഈ കമ്പനി ആരംഭിച്ചത് തൻ്റെ ഭാര്യയുടെ പെൻഷൻ കാശുകൊണ്ടാണ് എന്നുള്ളതായിരുന്നു. ഈ വിഷയം വിവാദമായപ്പോൾ നിയമസഭയിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്, അതായത് തൻ്റെ ഭാര്യയ്ക്ക് പെൻഷൻ ലഭിച്ച ഒരു തുകയുണ്ടായിരുന്നു, ആ തുക മകൾ എന്ന നിലയിൽ വീണയ്ക്ക് നൽകുകയും അങ്ങനെ വീണ ഒരു കമ്പനി ആരംഭിച്ചു എന്നതുമാണ്. അവിടെ നിന്ന് ആരംഭിക്കുന്നു അടുത്ത സംശയങ്ങൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം എന്താണ്? ഇവിടെ ഇതാ CMRL എന്ന കമ്പനിയുടെ ഉടമസ്ഥനായിട്ടുള്ള ശശിധരൻ കർത്തിയുടെ ഭാര്യ MD ആയിട്ടുള്ള മറ്റൊരു ധനകാര്യ സ്ഥാപനമുണ്ട്. ആ ധനകാര്യ സ്ഥാപനത്തിൻ്റെ പേര് എംപവർ ഇന്ത്യ എന്നാണ്. ആ എംപവർ ഇന്ത്യയിൽ നിന്ന് ടി വീണയ്ക്ക് ആദ്യം 25 ലക്ഷം രൂപ ലോൺ ലഭിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സ്ഥാപനം നടത്തിപ്പിൻ്റെ തുടക്കത്തിന് വേണ്ടി 25 ലക്ഷം രൂപ ആദ്യം ലോൺ നൽകുന്നു. അടുത്തതായി മറ്റൊരു 25 ലക്ഷം കൂടി നൽകുന്നു. അങ്ങനെ 50 ലക്ഷം രൂപ ലോൺ ഈ കമ്പനിയുടെ തുടക്കത്തിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് എന്നതാണ് ബോധ്യപ്പെടുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പറഞ്ഞത് പെൻഷൻ തുക കൊണ്ടാണ് അതായത് ഭാര്യയുടെ പെൻഷൻ തുക കൊണ്ടാണ് ഈ കമ്പനി ആരംഭിച്ചത് എന്നാണ്. അതേസമയം തന്നെ ടി വീണ, എക്സാലോജിക്കിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള വീണ 50 ലക്ഷം രൂപ CMRLിൽ നിന്ന്, അല്ലെങ്കിൽ CMRLിൻ്റെ ഉടമസ്ഥൻ്റെ ഭാര്യ MD ആയിട്ടുള്ള എംപവർ ഇന്ത്യയിൽ നിന്ന് കൈപ്പറ്റുന്നു. അവിടെ തന്നെ നമുക്ക് ഈ ബന്ധം സംശയിച്ച് തുടങ്ങാവുന്നതാണ്. അതിന് ഒരു അന്വേഷണ ഏജൻസിയുടെ ആവശ്യമൊന്നുമില്ല, ഒരു സാമാന്യ യുക്തിയിൽ തുടങ്ങുന്ന സംശയമാണിത്. ഇനി ഇതാ മറ്റൊരു ഡേറ്റകളിലേക്ക് പോകുമ്പോൾ ഇതേ CMRL, അതായത് CMRLിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള എംപവർ ഇന്ത്യ ലോൺ നൽകി വീണയ്ക്കൊരു സ്ഥാപനം തുടങ്ങാൻ സഹായിക്കുന്നു. അതിനുശേഷം CMRL തന്നെ വീണയ്ക്ക് ആ കമ്പനിയുടെ നടത്തിപ്പുമായ എഗ്രിമെൻറ്റിലേക്ക് പോകുന്നു. അതായത് 2016 ഡിസംബറിൽ വീണയുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാർ, വീണയിൽ നിന്ന് IT മാർക്കറ്റിംഗ് കൺസൾട്ടൻസി സേവനം ലഭിക്കും ഈ CMRLന് എന്നുള്ളതാണ്. ഇത് മാത്രവുമല്ല, അടുത്ത കരാർ 2017 ആണ്. അത് എക്സാലോജിക് എന്ന വീണയുടെ കമ്പനിയിൽ നിന്ന് സോഫ്റ്റ്വെയർ സേവനം ലഭിക്കും എന്നുള്ളതാണ്. ഇതിന് രണ്ടിനും നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളിലേക്ക് പോകേണ്ടതില്ല. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാറുണ്ടാക്കും. ഇതിനെയാണ് CPIM ന്യായമായി പറയുന്നത്. ഇങ്ങനെയൊരു കരാറുണ്ട്, ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് എക്സാലോജിക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ പിന്നെ എന്താണ് അതിൽ പിഴവ് എന്നുള്ളതാണ്. ഇനി ഇതാ ആ കരാറിൻ്റെ ഉള്ളടക്കത്തിലേക്ക് വരുമ്പോഴാണ് കൗതുകകരം. അതായത് വീണ വിജയൻ നൽകുന്ന കൺസൾട്ടൻസി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾക്ക് ഒരു മാസം വീണയ്ക്ക് CMRL നൽകുന്നത് 5 ലക്ഷം രൂപയാണ് എന്നതാണ്. അവിടെയും തീരുന്നില്ല. ഇതേ എക്സാലോജിക് എന്ന കമ്പനിക്ക് മാസം 3 ലക്ഷം രൂപ കൂടി CMRL നൽകുന്നു. അതായത് ഇവർ നൽകുന്ന സേവനങ്ങൾക്ക് ഒരു മാസം ലഭിച്ചുകൊണ്ടിരുന്ന തുകയാണ് ഈ 8 ലക്ഷം രൂപ എന്നതാണ്. ഇവിടെയാണ് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് CMRLിൽ നിന്ന് വീണ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ഏകദേശം 1.72 കോടി രൂപ ഈ കരാറിൻ്റെ അടിസ്ഥാനത്തിൽ കൈപ്പറ്റി എന്ന കണ്ടെത്തലിലേക്ക് പോകുന്നത്. അവിടെയും നമുക്ക് പിഴവുകൾ പറയാൻ സാധിക്കില്ല. അത്തരം സേവനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പ്രതിഫലം നൽകാവുന്നതാണ്. അതുമാത്രവുമല്ല, അതൊരു കരാർ കൂടിയാണ്. എന്നാൽ ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തൽ എന്നത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള സേവനം ചെയ്തതിനുള്ള പ്രതിഫലമല്ല, മറിച്ച് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിയമവിരുദ്ധമായി കൈപ്പറ്റിയ മാസപ്പടിയാണ് എന്നുള്ളതാണ്. ഒരു സേവനവും നൽകാതെ
മാസം 5 ലക്ഷം രൂപ വെച്ച് 2017 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ 1.72 കോടി രൂപ കൈപ്പറ്റി. ഇവിടെയാണ് ഈ കേസിൻ്റെ തുടക്കം എന്നതാണ്. ഇതുവരെയും നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും കാണേണ്ടതില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രവുമല്ല, പിന്നീട് ഇത്തരത്തിൽ ഒരു കേന്ദ്ര ഏജൻസിയുടെ കടന്നുവരവ് എന്ന് പറയുമ്പോൾ അതിനു മുമ്പ് വാണിജ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതേ വിഷയത്തിൽ അന്വേഷണം നടത്തി. അപ്പോൾ കുറച്ചുകൂടി ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ആണ് അവർ നടത്തിയത്. CMRൽ നിന്ന് എക്സാലോജി 1.7 കോടി രൂപയല്ല, മറിച്ച് 2.8 കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നതാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ പരിശോധനയിൽ നിന്ന് കണ്ടെത്തിയത്. ഇനി കൗതുകകരമാകുന്ന ഒന്ന്, ഈ CMRൽ 2016 മുതൽ 20 വരെ 1.72 കോടി രൂപ നൽകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സേവനം എക്സാലോജിക്കിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് ഈ കേന്ദ്ര ഏജൻസികളോട് മൊഴി നൽകിയത്, ആദായ നികുതി വകുപ്പിന് മൊഴി നൽകിയത് ഇതേ CMRലെ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നതാണ്. ഏറ്റവും ഉയർന്ന പ്രധാനപ്പെട്ട സാമ്പത്തിക വശങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരാണ് ഒരു തരത്തിലുമുള്ള സേവനം ലഭിച്ചതായി ഞങ്ങൾക്കറിയില്ല എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, എക്സാലോജിക് എന്ന വീണയുടെ സ്ഥാപനത്തിലെ ജീവനക്കാരും പറയുന്നു CMRL എന്ന ഒരു കമ്പനിക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള വർക്കുകൾ അവർ ചെയ്തിട്ടില്ല എന്ന്. ഈ മൊഴികൾ നിലനിൽക്കുമ്പോൾ ആണ് ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് CPIM രംഗത്ത് വരുന്നത്. ഇത് പൊളിറ്റിക്കൽ, അതായത് രാഷ്ട്രീയമായ പകപോക്കൽ ആണ് എന്ന് പറയുന്നത്. ഇനിയുമുണ്ട് സംശയങ്ങൾ ഏറെ. അതായത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തലിൽ വ്യക്തമാകുന്നത് ഈ കരാറിൻ്റെ മറവിൽ, അതായത് ഈ CMRL എന്ന കമ്പനിക്ക് IT സേവനം, കൺസൾട്ടൻസി സേവനം ഇതെല്ലാം നൽകുന്നതിന് വേണ്ടിയുള്ള കരാർ എന്നത് ഈ ശശിധരൻ കർത്തിയുടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതിന് വേണ്ടി കള്ളച്ചെലവ് എന്ന നിലയിൽ വ്യാജമായി തയ്യാറാക്കുന്ന ചെലവും അങ്ങനെ തുക ഇവർക്ക് കൈമാറുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കണ്ടെത്തൽ. അത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണോ? CMR എന്നത് നിരവധി വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള കമ്പനിയാണ്. അവിടെയാണ് വീണ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പരിഗണനയിലേക്ക് വരുന്നത്. ആ നിലയിൽ വീണയെ സഹായിക്കുമ്പോൾ ശശിധരൻ കർത്തയ്ക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ ആ ഭരണതലത്തിൽ ഉള്ള പല സ്വാധീനവും ചെലുത്താൻ സാധിക്കും. പലതും കണ്ടില്ല എന്ന് നടിച്ചേക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ സംശയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ മറ്റ് ചില വിവരങ്ങൾ കൂടിയുള്ളത്, സാധാരണ നിലയിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി കരാറിൽ ഏർപ്പെടുമ്പോൾ ആ കരാർ ഡയറക്ടർ ബോർഡ് തീർച്ചയായും അറിഞ്ഞിരിക്കണം. അത് കമ്പനി നിയമമാണ്. അവിടെ ഇതാ ഡയറക്ടർ ബോർഡിന് ഇങ്ങനെയുള്ള ഒരറിവുമില്ല. വീണ പറയുന്നത് ഇതൊക്കെ ഞങ്ങൾ നേരിട്ട് സംസാരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ കൂടിക്കാഴ്ചയിലാകാം, ടെലിഫോണിൽ ആകാം. പക്ഷേ അങ്ങനെ ഒരു കമ്പനി കരാറിൽ ഏർപ്പെടുമ്പോൾ നേരിട്ട് സംസാരിച്ചാൽ പോരാ, അതിന് ഔദ്യോഗികമായ നടപടിക്രമങ്ങളുണ്ട്. ഇങ്ങനെയൊരു തീരുമാനം എക്സാലോജിക് എന്ന കമ്പനി എടുത്തതിൻ്റെ ഒരു മിനിറ്റ്സും എക്സാലോജിക്കിൻ്റെ പക്കലില്ല. ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള രേഖകളില്ല. നമുക്കറിയാം, കോടിക്കണക്കിന് രൂപ ഒരു കമ്പനിയായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ അതിന് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകും. അങ്ങനെ ഒരു ഓഡിറ്റിംഗ് നടന്നിട്ടില്ല. ഈ കമ്പനികൾക്ക് തീർച്ചയായും ഡയറക്ടർ ബോർഡ് മീറ്റിങ്ങുകളുണ്ടാകും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുകളുണ്ടാകും, പൊതുയോഗങ്ങളുണ്ടാകും. അങ്ങനെ ഒരു പൊതുയോഗത്തിലും ഇങ്ങനെ CMRലുമായി ഒരു ധാരണയുണ്ട് എന്നോ ഈ തുക കൈപ്പറ്റിയിട്ടുണ്ടോ എന്നും വ്യക്തമാക്കുന്ന ഒരു കണക്കുകളും ഇല്ല. ഇതാണ് മറ്റൊരു പ്രശ്നം. മറ്റൊന്ന്, ഈ മനസ്സിലാക്കുന്നിടത്തോളം കമ്പനിയുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ഇവരൊന്നും അറിയാതെയുള്ള വ്യാജരേഖയാണ്. പണം വാങ്ങിയത് സേവനത്തിന് വേണ്ടി എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു രേഖകളും ഇപ്പോൾ CMRലിൻ്റെയോ അല്ലെങ്കിൽ എക്സാലോജിക്കിൻ്റെയോ ഭാഗത്തില്ല എന്നതാണ്. അവിടെയാണ് ഒരു കരാറുണ്ട്, ആ കരാർ വഴി ബാങ്കിലേക്കാണ് തുക എത്തിയിട്ടുള്ളത്, ആ തുകയ്ക്ക് ടാക്സ് അടച്ചിട്ടുണ്ട് എന്ന മാത്രം ന്യായം പറയുന്നത്. ഏതൊരു ബാങ്കിലും തുക എത്തുമ്പോൾ അതിനൊരു കണക്കുണ്ടാകും, അതിന് നികുതി നൽകേണ്ടതായി വരും. പക്ഷേ അതൊക്കെ ഒരു കരാറിൻ്റെ മറവിൽ നടത്തിയിട്ടുള്ള തട്ടിപ്പാണ് എങ്കിൽ അതിന് നികുതി അടച്ചു എന്നത് ഒരു ന്യായമല്ല എന്നതൊക്കെ തീർച്ചയായും CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നേതാക്കൾക്ക് കൃത്യമായി ബോധ്യം ഉള്ളതാണ്. അങ്ങനെ ഒരു ബോധ്യത്തിൽ നിൽക്കുമ്പോൾ ആണ് ഈ വിഷയത്തെ രാഷ്ട്രീയമായ പകപോക്കൽ എന്ന് CPIM വിലയിരുത്തുകയും അങ്ങനെ ഇതിനെ ഒരു വിഷയമാക്കി മാറ്റുകയും അങ്ങനെ പ്രതിഷേധങ്ങളടക്കം ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ചോദ്യങ്ങൾക്ക്, ഈ സംശയങ്ങൾക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ എത്രത്തോളം വ്യക്തമായ മറുപടി നൽകാൻ CPIM നേതാക്കൾക്ക് സാധിക്കും? ഇന്നലെ MA ബേബിയോടക്കം ഈ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഇതിൻ്റെ മെറിറ്റിലേക്ക് ഞങ്ങൾ കടക്കുന്നില്ല എന്നതായിരുന്നു പറയുന്നത്. അപ്പോൾ പിന്നെ തട്ടിപ്പാണോ അല്ലയോ എന്നതിൽ കൃത്യമായ ഒരു അറിവില്ലാതെ എങ്ങനെയാണ് ഇത് തട്ടിപ്പല്ല എന്നും അതിനു പകരം ഇത് രാഷ്ട്രീയ പകപോക്കലാണ് എന്ന ചോദ്യവും
ഉന്നയിക്കാൻ, രാഷ്ട്രീയ പകപോക്കലാണ് എന്ന വാദവും ഉന്നയിക്കാൻ CPM-ന് സാധിക്കുക എന്നതാണ് ഈ മേഖലയിൽ നിന്നുള്ളവരുടെ സംശയം.